ഹലോ, ഞങ്ങൾ ഇന്ന് 2.5 വർഷത്തിന് ശേഷം ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഏട്ടനൊരു സിനിമ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ദിവസം തന്നെ നൈറ്റാണ് പോകുന്നത്. അപ്പോൾ വൈകിട്ടാകുമ്പോൾ അവൻ ഉറങ്ങുമല്ലോ എന്നുള്ള രീതി വെച്ചിട്ടാണ് പോകുന്നത്. അവന് 4 മാസം ഉള്ളപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റ് 2018 സിനിമ കണ്ടത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് തുടരുവാണ് കേട്ടോ. ഈ സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ശോഭന മോഹൻലാൽ കോംബോ ഒക്കെ എങ്ങനെയുണ്ടെന്ന് കാണാനായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്. പക്ഷേ എന്നാലും ഈ 2.5 വർഷത്തിനുള്ളിൽ എപ്പോഴും ഇങ്ങനെ പോകണമെന്ന് ഓർത്ത് വിഷമമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞ് കാരണം മറ്റുള്ളവർക്ക് സിനിമ കാണാൻ പറ്റാതാവരുത്, പിന്നെ അവന് നമുക്കും കാണാൻ ചിലപ്പോൾ സാഹചര്യങ്ങൾ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ എങ്ങനെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അവനെക്കൊണ്ട് ശല്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. കയറി അവനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തിയേറ്റർ കണ്ടപ്പോഴത്തേനുള്ള. പിന്നെ കുറേ സമയം ഉറങ്ങി. സെക്കൻഡ് ഹാഫിലെല്ലാം ഉണർന്നിരിക്കുകയായിരുന്നു. പക്ഷെ അവന് അടിയും പിടിയൊക്കെ ആകുമ്പോൾ അവന് പേടിയാണ്, പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എന്ന് വെച്ചാൽ കരച്ചിലും പുറത്തും അങ്ങനെ ബഹളം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവനെന്തായാലും നല്ല ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഇരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ആൾ ഉണർന്നത്. പിന്നെ അവന് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതിനകത്ത്, എന്തൊരു ചേലാണ്. അപ്പോൾ അത് വന്നപ്പോൾ ആശാന് കറക്റ്റ് സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ പോയാലും ഞങ്ങൾ എന്തൊരു ചേലാണ് കണ്ടു എന്നേ അവൻ പറയുള്ളൂ. അപ്പോൾ ഇനി പോകാടാന്ന് പറയുമ്പോൾ വേണ്ട, ഇനി പോകണ്ടെന്ന് പറയും. കാരണം അവന് അടിയും പിടിയും ബഹളവും ഒന്നും ഇഷ്ടമല്ല. ആ സിനിമയിൽ അതൊന്നും അവൻ അത്ര കൂടെ ദഹിച്ചില്ല. സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിനും അവന് പോവാമേ. അതിപ്പോൾ സിനിമയിൽ കാണുമ്പോഴും അവൻ അങ്ങനെ തന്നെ പറയും കേട്ടോ. വേണ്ടമ്മേ, ഇത് മാറ്റ് എന്ന് പറയും. അപ്പോൾ കുഞ്ഞ് മനസ്സല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും അവനതൊന്നും ഇഷ്ടമല്ല. വയലൻസ് ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവന് ടി വിയിൽ അപ്പോൾ ഒന്നുകിൽ പാട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാണ്ട് അവന് വയലൻസ് ഒന്നും ഇഷ്ടമല്ല. വണ്ടി വെച്ചുള്ള റേസിങ് അങ്ങനത്തെ പരിപാടികളൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ 8:30 ആയപ്പോൾ തിയേറ്ററിൽ വന്നായിരുന്നു. 12 മണിയൊക്കെ ആയപ്പോഴത്തേന് പടം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങളങ്ങനെ 2.5 വർഷത്തിന് ശേഷം ഒരു സിനിമയ്ക്ക് പോയി അല്ലേടാ. ആദ്യം പോയപ്പോൾ കുഞ്ഞായിരുന്നു അല്ലേ? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? പറ. ലൈറ്റൊക്കെ ഓക്കെ? നന്നാണോ? എന്തൊരു ചേലാണ്. പാട്ട് കേട്ടോ? മോഹൻലാലിന്റെ ഇടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഇടി നന്നായിരുന്നു. എന്ത് നന്നായിരുന്നു? പാട്ട് നല്ലായിരുന്നു. മാല നല്ലതായിരുന്നു ഇന്ന്. മോഹൻലാലിന്റെയോ? പിന്നെ മഴയോ? മഴ ഉണ്ടായിരുന്നു സിനിമക്കകത്ത്. അത് നല്ലായിരുന്നോ? മഴയായിരുന്നല്ലേ? വണ്ടി നനഞ്ഞല്ലേ? സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ? പാലക്കാട്ടുകാർക്ക് 1 മണിക്കും 12 മണിക്കും ഒക്കെ കഴിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ന്യൂ പ്രകാശ് കൽമണ്ഡപത്തുള്ള. അപ്പോൾ ഞങ്ങൾ എപ്പോഴും നൈറ്റ് എവിടെയെങ്കിലും പോയിട്ട് ലേറ്റായിട്ട് വരുമ്പോഴത്തേന് ഞങ്ങൾ ഈ ഹോട്ടലിലാണ് കയറുന്നത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഞങ്ങളൊരു 3 പൊറോട്ടയും ക്വാർട്ടർ ചില്ലി ചിക്കനുമാണ് പറഞ്ഞത് വിത്ത് ഗ്രേവി. ഈ ഹോട്ടലിൽ നൈറ്റ് ഒരു 1 മണി 1:30 2 മണി വരെയൊക്കെ കാണും. സമയം എത്രയായിരുന്നു? 12:15. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോട്ടൽ ന്യൂ പ്രകാശ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.